ഏത്തപ്പഴം വെച്ച് നമ്മൾ പലതരം സ്നാക്സ് ട്രൈ ചെയ്യാറുണ്ട്. ഏത്തപ്പഴം വെച്ച് എന്ത് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റ് ആണല്ലോ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഏത്തപ്പഴം വെച്ച് തയ്യാറാക്കുന്ന കായ്പോളയുടെ റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി പഴുത്ത ഏത്തപ്പഴം 1/2 കിലോ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ 50 ഗ്രാം കാഷ്യൂ, 50 ഗ്രാം കിസ്മിസ്, 75 ഗ്രാം ഡേറ്റ്സ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത്, 75 ഗ്രാം തേങ്ങ ചുരണ്ടിയത്, 50 ഗ്രാം പഞ്ചസാര, 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, കൂടാതെ 6 മുട്ടയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് സൈഡിൽ മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു വലിയ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യും വെളിച്ചെണ്ണയും നല്ലപോലെ ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസും ഡേറ്റ്സും ഒന്ന് പൊരിച്ചു കോരി മാറ്റി വയ്ക്കാം. ഞാൻ ഈ കായ്പോള തയ്യാറാക്കുന്നത് ബേക്ക് ചെയ്തിട്ടാണ്. 10x8 ഇഞ്ച് നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. ഈ പാനിലേക്ക് ഈ പൊരിച്ചു കോരിയ ഇൻഗ്രീഡിയൻസ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ ഒന്ന് റോസ്റ്റ് ചെയ്ത് അതും കൂടി ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം പാനിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏത്തപ്പഴം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇനി ആ സെയിം പാനിലേക്ക് നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് സോട്ട് ചെയ്ത് ആ പഞ്ചസാരയൊക്കെ ഈ തേങ്ങയായിട്ട് നല്ലപോലെ അലിഞ്ഞ് ചേരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ആ ബേക്കിംഗ് ട്രേയിലേക്ക് ഈ തേങ്ങയുടെ കൂട്ട് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയും ഏലക്കയും കൂടി അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ കൂട്ടാണ്. അതും കൂടി ചേർത്ത് എല്ലാം കൂടി വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ കായ്പോളയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമും ടെമ്പറേച്ചറും ഓരോ അവനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ചെറിയ രീതിയിൽ വേരി ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവൻ അനുസരിച്ച് നിങ്ങൾ ബേക്കിംഗ് ടൈം ക്രമീകരിക്കുക. അങ്ങനെ ഇവിടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു കായ്പോള അവനിൽ മാത്രമല്ല കേട്ടോ ഉണ്ടാക്കാവുന്നത്. അവനൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഈസി ആയിട്ട് ഫ്രൈയിങ് പാനിലും ഉണ്ടാക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്